നമസ്കാരം. കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയം പുറത്തുവിട്ട റോഡ് അപകടങ്ങളുടെ കണക്ക് കേട്ട് ഞെട്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ റോഡ് അപകടങ്ങളിൽ 7.77 ലക്ഷം ജീവനുകൾ നഷ്ടപ്പെട്ടു എന്നതാണ് കണക്ക്. ഇപ്പോൾ 2018-2022 വർഷങ്ങളിലെ ഇന്ത്യയെമ്പാടുമുള്ള വിശദമായ കണക്കും വന്നിട്ടുണ്ട്. 2022 മാത്രം ഇന്ത്യയിലെമ്പാടുമായി 1,68,491 പേർ മരണപ്പെട്ടു. ഈ കാലയളവിൽ ഉത്തർപ്രദേശിൽ 22,595 പേരും, തമിഴ്നാട്ടിൽ 17,884 പേരും, മഹാരാഷ്ട്രയിൽ 15,224 പേരും എന്നിങ്ങനെയാണ് ആദ്യത്തെ 3 സ്ഥാനങ്ങളിലുള്ള സംസ്ഥാനങ്ങൾ. അപകട മരണങ്ങൾ 50% കുറയ്ക്കുവാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടെങ്കിലും അതിന് യാതൊരു ഫലവും കാണുന്നില്ല എന്ന സത്യം ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി പാർലമെന്റിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇന്ത്യയിലെ ദേശീയപാതകളിൽ മാത്രം നടക്കുന്ന അപകടങ്ങളിൽ കേരളം 2ാം സ്ഥാനത്താണ്. 2022-23 കണക്ക് പ്രകാരം കേരളത്തിലെ 1,800 കിലോമീറ്റർ ദേശീയപാതയിൽ മാത്രം 17,627 അപകടങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇനി സംസ്ഥാന പാതയിലെ അപകടങ്ങളുടെ ലിസ്റ്റിൽ കേരളം ഇന്ത്യയിൽ 5ാം സ്ഥാനത്താണ്. 2022-23 4,128 കിലോമീറ്റർ സംസ്ഥാന പാതയിൽ മാത്രം 9,500 അപകടങ്ങൾ നടന്നിരിക്കുകയാണ്. കേരളമെമ്പാടും നോക്കിയാൽ 43,100 അപകടങ്ങളാണ് നടന്നിരിക്കുന്നത്. കേരളത്തിലെ 73% റോഡുകളും ദേശീയപാത, സംസ്ഥാനപാത എന്നിവ ഒഴിച്ച് ബാക്കിയുള്ളവയാണ്. ഈ വർഷം ഒക്ടോബർ വരെയുള്ള കണക്കിൽ മാത്രം 3,168 പേർ കേരളത്തിൽ റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടു. റോഡുകളിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തി അവിടെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. 3 വർഷ കാലയളവിൽ 5ലേറെ അപകടങ്ങൾ, 10ലേറെ മരണങ്ങൾ സംഭവിക്കുന്ന 500 മീറ്റർ റോഡ് മേഖലയെയാണ് ഈ ബ്ലാക്ക് സ്പോട്ട് ആയി കണക്കാക്കുന്നത്. ഇവയൊക്കെ കണ്ടെത്തുവാനുള്ള പഠനങ്ങളും മുടങ്ങുകയാണ്. 2021 കണക്കിൽ എറണാകുളത്ത് 703, തിരുവനന്തപുരത്ത് 694, തൃശ്ശൂരിൽ 548 എന്നിങ്ങനെയാണ് ബ്ലാക്ക് സ്പോട്ടുകളുടെ കണക്ക്. 2023 ശേഷം പുതിയ പഠനങ്ങളൊന്നും നടന്നിട്ടുമില്ല. ഈ വീഡിയോ ചെയ്യുമ്പോൾ പാലക്കാട് കരിമ്പ പനയമ്പാടത്ത് 4 സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ജീവൻ നഷ്ടപ്പെട്ട നൊമ്പരം മാറാതെ നിൽക്കുകയാണ്. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ നാറ്റ്പാക്ക് വർഷം തോറും പഠനം നടത്തി അപകട സാധ്യതകളെക്കുറിച്ചുള്ള റിപ്പോർട്ട് പതിവായി നൽകാറുണ്ട്. അവരുടെ കണക്ക് നോക്കിയാൽ 2019 കേരളത്തിലെ ഏറ്റവും അപകട സാധ്യതയുള്ള 75 സ്ഥലങ്ങൾ കണ്ടെത്തിയിരുന്നു. 2021 അപകട ഭീഷണിയുള്ള 4,592 ബ്ലാക്ക് സ്പോട്ടുകളും തിരിച്ചറിഞ്ഞിരുന്നു. 2023 കേരളത്തിൽ പതിവായി അപകടം നടക്കുന്നത് 323 റോഡുകളിലെ 2,200 കിലോമീറ്റർ ഭാഗങ്ങളിലാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളിന്മേൽ അപകടം ഒഴിവാക്കുവാനുള്ള നടപടികൾക്ക് ഫണ്ട് അപര്യാപ്തതയാണ് പ്രധാന തടസ്സമായി സർക്കാരിന് മുന്നിലുള്ളത്. ഓരോ ജില്ലകളിലും സുരക്ഷാ കമ്മിറ്റികൾ ഉണ്ടെങ്കിലും അപകട നിവാരണ പദ്ധതികൾ പ്രാവർത്തികമാക്കപ്പെടുന്നുണ്ടോ എന്നതും ഉറപ്പില്ല. AI ക്യാമറ വന്നപ്പോൾ അത് വലിയൊരു മാറ്റം കൊണ്ടുവരും എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും അപകട മരണനിരക്ക് കുറയാതെ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ അപകടങ്ങൾ ഉണ്ടായതും കൂടുതൽ പേർ മരണപ്പെട്ടതും ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ 355 അപകടങ്ങളിൽ 377 പേർ മരണപ്പെട്ടു. 5,100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏറ്റവും കുറവ് അപകടങ്ങൾ വയനാട്ടിലാണ് നടന്നത്. 70 അപകടങ്ങളിലായി വയനാട്ടിൽ 84 മരണം സംഭവിച്ചു. 2024 ഒക്ടോബർ വരെയുള്ള കണക്കിൽ കേരളമൊട്ടാകെ 40,821 അപകടങ്ങളിൽ 3,168 മരണവും 45,657 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. AI ക്യാമറ വന്നെങ്കിലും ഇപ്പോഴും ഏറ്റവും കൂടുതൽ അപകടം സൃഷ്ടിക്കുന്നത് വാഹനങ്ങളുടെ അമിത വേഗത തന്നെയാണ്. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്ന കണക്കിലും വർധനയുണ്ട്. സുരക്ഷാ ബോർഡുകൾ ഇല്ലാത്തത് കാരണമുണ്ടായ അപകടങ്ങളും ഒട്ടും കുറവല്ല. 2023 കണക്കിൽ 2,179 വലിയ അപകടങ്ങളുണ്ടായി. ഇതിൽ കൂടുതലും ഡ്രൈവറുടെ അശ്രദ്ധ മൂലം സംഭവിച്ചതാണ്. ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ടുണ്ടായ 479 കേസുകളും മദ്യപിച്ച് വാഹനമോടിച്ചുണ്ടായ 21 കേസുകളും 2023 നടന്നിട്ടുണ്ട്. അപകടങ്ങൾ കുറയ്ക്കുവാൻ മോട്ടോർ വാഹന വകുപ്പും നാറ്റ്പാക്കും IMA ഉൾപ്പെടെയുള്ള സംഘടനകളും സമർപ്പിച്ച റിപ്പോർട്ടുകൾ ഇപ്പോഴുമുണ്ട്. ഇതിന് പ്രകാരം വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുമുണ്ട്. എന്നിട്ടും ഇതൊന്നും ഫലം കാണുന്നില്ല എന്നതാണ് ഈ അപകടങ്ങളുടെ കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത്. അപകടങ്ങളിൽ ഭൂരിഭാഗവും ഇരുചക്ര വാഹനങ്ങൾ തന്നെയാണ് എന്ന് കണക്കുകൾ പരിശോധിച്ചാൽ കാണാവുന്നതാണ്. റോഡുകളുടെ
ബസ്സുകളുടെ മോശം നിലവാരം, ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നത്, ലൈസൻസ് നൽകുന്നതിലെ അശാസ്ത്രീയത ഇവയെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുകയാണ്. ലോറിയും ബസ്സും ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങളുടെ നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുവാൻ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതുമില്ല. നേരത്തെ GPS അധിഷ്ഠിത സോഫ്റ്റ്വെയറിലൂടെ വാഹനങ്ങളുടെ യാത്ര നിരീക്ഷിക്കുവാനും അവയെ നിയന്ത്രിക്കുവാനും പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കുമെന്നും പദ്ധതിയിലുണ്ടായിരുന്നു. അപകടത്തിൽപ്പെടുന്നതിൽ 60% ഇരുചക്ര വാഹനങ്ങളും 30% കാറുകളും ബാക്കി മറ്റു വാഹനങ്ങളുമാണ്. റോഡിൽ 24 മണിക്കൂറും നിരീക്ഷണം നടത്തുവാൻ ആവിഷ്കരിച്ച സേഫ് കേരള പദ്ധതി പ്രകാരം 85 സ്ക്വാഡുകളുണ്ട്. ഇതിൽ 14 മാത്രമാണ് രാത്രിയിൽ പ്രവർത്തിക്കുന്നത്. ഹെവി വാഹനങ്ങളൊക്കെ ഫിറ്റ്നസ് പരിശോധന കഴിഞ്ഞാൽ വേഗപ്പൂട്ട് മാറ്റിക്കളയുകയാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടികൂടുവാനുള്ള പരിശോധനകളും കുറഞ്ഞിട്ടുണ്ട്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം ചെറുപ്പക്കാരുടെ റീൽസ് ഭ്രാന്താണ്. ഉത്തരേന്ത്യയിൽ നിന്നും ഇത്തരം സാഹസിക റീലുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി വരുന്നുണ്ട്. ഇതുപോലെ ഇപ്പോൾ കേരളത്തിലും അങ്ങിങ്ങായി നിരവധി പേർ അപകടകരമായ രീതിയിൽ റീലുകൾ ചിത്രീകരിക്കാൻ ഇറങ്ങി സൃഷ്ടിക്കുന്ന അപകടങ്ങളും മരണങ്ങളും കൂടി വരികയാണ്. മറ്റൊന്ന്, ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ച് വാഹനങ്ങളെ അപകടപ്പെടുത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. റോഡുകളുടെ അശാസ്ത്രീയ നിർമ്മാണം, റോഡ് പണികൾ നടക്കുന്ന ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തത്, കൊടും വളവുകളിൽ ബാരിക്കേഡുകൾ ഇല്ലാത്തത്, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, അങ്ങനെ നിരവധി വസ്തുതകൾ അപകടങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുകയാണ്. വെളിച്ചക്കുറവും അതുപോലെ അമിത വെളിച്ചവും മറ്റൊരു പ്രശ്നമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾ വളരെയധികം ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിക്കുകയും അതിനോടൊപ്പം തന്നെ ഓരോ യാത്രികനും ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിക്കുവാനുള്ള മനസ്സ് കാണിക്കുന്നതും ഇനിയും നിരത്തുകളിൽ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുകയാണ്. ചാനൽ ഫോളോ ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയർ എന്നിവയൊക്കെ നൽകുക.